ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. നമ്മളുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇപ്പോൾ സ്കൂളുകളിൽ കൊണ്ടുപോകാറുള്ളത് മിഠായികളൊന്നുമല്ല. അതിന് പകരം എന്താ ഇതുപോലെയുള്ള നല്ല പെൻസിലോ അല്ലെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്രാവശ്യം കൊടുത്തു വിട്ടത് ഈ ഒരു പെൻസിലാണ് കേട്ടോ. അതായത് പെൻസിലിൻ്റെ മുകളിൽ ഞാനൊരു ക്യാപ്പ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്പ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ഈ പെൻസിൽ തീർന്നു കഴിഞ്ഞാൽ വേറെ പെൻസിലും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള അടിപൊളിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ക്യാപ്പുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയതിപ്പോൾ മിക്കി മൗസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോൾ മിക്കി മൗസ് അല്ലാതെ തന്നെ ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചിത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഫെൽറ്റ് ഷീറ്റുകളാണ് കേട്ടോ. ഇങ്ങനെ പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും റൗണ്ട് പോലെ ആണോ കിട്ടുന്നതെന്ന് ചോദിക്കണ്ട. ഇങ്ങനെ പല കളറിലുള്ള ഫെൽറ്റ് ഷീറ്റുകൾ കിട്ടും കേട്ടോ. പല കളറിലും റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിങ്ക് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു 3 കളർ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പെൻസിൽ ക്യാപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ മിക്കി മൗസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈന് നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു പെട്ടി പോലെ വരുന്ന പാക്കറ്റ്. അപ്പം ഇതുപോലെ ഒന്ന് ഔട്ട്ലൈന് വരച്ചിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാനിനി ഈ ഒരു ഷീറ്റിലേക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഔട്ട്ലൈന് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 4 എണ്ണം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഇതെങ്ങനെയാണ് ഇതിലോട്ട് വരച്ചെടുത്തതെന്നൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റെൻസിൽ, അതായത് പേപ്പർ കട്ടിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. വളയാതെ കറക്റ്റ് ആ ഒരു നല്ല നീറ്റായിട്ട് തന്നെ വേണം നമ്മളിത് വരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നീറ്റായിട്ട് വേണം കട്ട് ചെയ്യാനും. അല്ലാതെ വളഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്തു പറഞ്ഞാൽ നമുക്ക് തുന്നുമ്പോഴൊക്കെ അതത്ര ഭംഗിയിൽ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്രത്തോളം പെൻസിൽ വേണോ അത്രത്തോളം നമുക്ക് ഇതേപോലെ കട്ടിങ്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു പെൻസിലിന് 2 കട്ടിങ്സ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കാരണം അപ്പുറം ഇപ്പുറം കാണണ്ടേ. അപ്പോൾ 2 സൈഡും വെക്കാനായിട്ട് 2 ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റിൻ്റെ കട്ടിങ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന്. ഇനി നമുക്കിതിന് കുറേ ഇതേപോലെ ബ്ലാക്കിലും അതേപോലെ തന്നെ ഞാൻ പിങ്കിലും ചെയ്തെടുക്കുന്നത്. പിങ്ക് പറയാനും പറ്റില്ല കേട്ടോ, കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. അപ്പോൾ അതിൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പെൻസിലില്ലെങ്കിൽ സാധാരണ പെൻസിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വരച്ചെടുക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് കാണാത്ത രീതിയിൽ വേണം തുന്നിയെടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു കത്രിക വെച്ചിട്ടാണ്. കാരണം വലിയ കത്രിക ഒന്നും വേണ്ട. കാരണം ആ ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വളയ്ക്കാനൊക്കെ എളുപ്പം ഈ ഒരു കുഞ്ഞു കത്രികയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം വലുതിനെക്കാട്ടി എനിക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ചെറുത് വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയത്. നീറ്റായിട്ട് നല്ല മറ്റേതിലും കിട്ടുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ആ കർവൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലെ വളച്ചെടുത്ത് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് കൂടുതലും കംഫർട്ടായി തോന്നിയത് ഈ ഒരു ചെറിയൊരു കത്രിക വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഞാൻ എത്ര നീറ്റായിട്ടാണ് ആ ഒരു മിക്കി മൗസിനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. ഇതുപോലെ വേണം നിങ്ങളും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ മിക്കി മൗസിനെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ കട്ടിങ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ഇപ്പം ഞാൻ കുറേ കണ്ടില്ലേ, ഓറഞ്ച് കളറിൽ കുറേ മിക്കി മൗസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ കളറിലുള്ള ഒരു ത്രെഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചിയിൽ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഒരറ്റം ഫുൾ രണ്ടറ്റും തമ്മിൽ കൂട്ടിക്കെട്ടാതെ ഒരറ്റം മാത്രം കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നല്ല കട്ടിയിൽ തുന്നിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തുന്നിയെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരൊറ്റ രണ്ടിഴയായിട്ട് മാത്രം ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാനിതാ ഈ 2 മിക്കി മൗസിൻ്റെ ആ ഒരു കട്ടിങ്സും ഒപ്പം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് ഒരു ചരിച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് കണ്ടില്ലേ, കുറച്ചൊരു ആ പെൻസിൽ കൊള്ളാവുന്ന ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് വേണം, അതായത് ആ മാർക്ക് ചെയ്ത ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ തുന്നാൻ പാടില്ല. കാരണം നമ്മൾ അവിടെയാണ് പെൻസിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 അറ്റത്തു നിന്നും നമ്മൾ വേണം തുന്നിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇതിനെ തൊട്ടടുത്തായിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മളിത് വലിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് കിട്ടുള്ളൂ. കണ്ടില്ലേ? അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു മിക്കി മൗസിന് ഫുള്ളും ഒരറ്റത്ത് കൂടെ മാത്രം, അതും നല്ല ഭംഗിയിൽ ഒരേ ഗ്യാപ്പ് ഇട്ടിട്ട് ഇറങ്ങി പോവാതെയും എന്താ പറയുക കയറി പോവാതെയൊക്കെ കറക്റ്റ് ആ ഒരേ ഒരു ലെവലിൽ നമ്മൾ അതിന് തുന്നിയെടുക്കണം. കണ്ടില്ലേ? നമ്മളിപ്പോൾ കുത്തിയെടുക്കുന്നതൊക്കെ താഴോട്ട് പോവാതെയും അതേപോലെ മേലോട്ട് പോവാതെയൊക്കെ വേണം നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ മിക്കി മൗസിനെ നമ്മൾ ഇപ്പോൾ ഒരറ്റത്തു നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റേ അറ്റം വരെ വേണം ചെയ്തെടുക്കാൻ. ബാക്കി ആ സെൻറ്റർ ഭാഗത്തെ ഗ്യാപ്പ് നമ്മൾ വിടണം. അത്രയേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഫുള്ളും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിനി വേറെ ഏത് ഡിസൈനും ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു ഭാഗം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തുന്നിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ പെൻസിലിനെ അതിലോട്ട് കയറ്റി കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പല ഡിസൈൻസ് വെച്ചിട്ട് നമുക്കിതിനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം മുത്തുകളൊക്കെ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മുത്തുകൾ കൊണ്ട് നമുക്കതിനെ ഡിസൈൻ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മുത്തുകളൊക്കെ വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓരോന്നിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. എന്നാലാണ് നമ്മൾ ആ തുന്നിയ ഭാഗമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോവുള്ളൂ. ഇപ്പം ഞാനിതാ ഈ ലാസ്റ്റ് വരെയും ഇതുവരെ തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ സാധാരണ കെട്ടിട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കതിനെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു പെൻസിലിൻ്റെ മൊനയുള്ള ഭാഗം വെച്ചിട്ട് ഇതിനെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് തള്ളി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെൻസിലിൻ്റെ ബാക്ക് വശം ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതിന് ഞാൻ കുറച്ചുകൂടി ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാക്കാം കേട്ടോ. പക്ഷേ ഇതിനെക്കാട്ടിയും ഭംഗി കുറച്ചുകൂടി ആ ഒരു ഇത് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ബ്ലാക്കും പിങ്കും ഓറഞ്ചും എല്ലാം ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ടും ഇതുപോലെ വല്ല സീക്വൻസോ അല്ലെങ്കിൽ വല്ല മറ്റേ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് കൂടി ഡിസൈൻ ചെയ്തെടുക്കാം, വരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയും പറ്റും. അപ്പം ഞാനിപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലുള്ള പഞ്ചിങ് മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ സ്റ്റാർ, പിന്നെ ലീഫ്, ഹാർട്ട് ഷേപ്പ്, പിന്നെ റൗണ്ട്, അങ്ങനെ പല ഷേപ്പിലും പല വലിപ്പത്തിലും നമുക്ക് ഇങ്ങനെയുള്ള പഞ്ചിങ് മെഷീൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ അയ്യോ ഇതെൻ്റെ അടുത്ത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളടുത്തുള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ഫോം ഷീറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് വെറും പ്ലെയിനാണ്. ഇത് പ്ലെയിൻ അല്ല, ഗിൽട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അടിവശത്ത് പശയില്ല കേട്ടോ. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഈ ഒരു സ്കൈ ബ്ലൂവിൻ്റെ അടിയിൽ ഈ ഒരു പശയുണ്ട്. ഇത് വെറും, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഇത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇത് വന്നിട്ട് കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ആ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പശയുണ്ട്. അപ്പോൾ നമ്മൾ പശ തേക്കാതെ തന്നെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിനെത്രയാ 35-45 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പ് നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല കുറേ ഹാർട്ട് ഷേപ്പുകൾ കിട്ടും. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഈ ഒരു മിക്കി മൗസിൻ്റെ ആ ഒരു ചെവി ഭാഗത്തായിട്ട് ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫോം ഷീറ്റ് കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഇതേപോലെ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ മിക്കി മൗസിനൊക്കെ ഒരു ബോ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഇതും ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു സ്റ്റെൻസിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ ഇതെങ്ങനെയാണ് ഈ സ്റ്റെൻസിലൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു റിബണാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ആ സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഷേപ്പിൽ വരും. എന്നിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നല്ല ഭംഗിയിൽ ആ ഒരു ബോ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ എണ്ണം വേണം. ഇപ്പോൾ ഒരു പെൻസിലിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് 2 എണ്ണം എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ബോസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മിക്കി മൗസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബ്ലാക്കിലാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു B7000 എന്നുള്ള പശയാണ് കേട്ടോ. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യം ചെവിയിൽ 2 വശത്തുമായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ ഇതുപോലെ നമുക്കിപ്പോൾ ഈ ഫ്ലവർ മാത്രമല്ല വേറെ എന്ത് സീക്വൻസോ അല്ലെങ്കിൽ മുത്തുകളോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുപോലെ കുഞ്ഞ് ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് ഞാനത് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് കൂടുതൽ പശ ഇതേപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോ ഉണ്ടല്ലോ അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബോയുടെ മുകളിലായിട്ടും നമ്മൾ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ബോ വെച്ച് കൊടുത്തു. ഇനി ഈ ബോയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് ആ ഒരു എന്താ പറയുക ഫ്ലവർ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഉണങ്ങുള്ളൂ. ഇത് പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ നമ്മളതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് വശവും ഇതേപോലെ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഇപ്പോൾ അടിവശത്ത് ഞാനത് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുകൾ വശത്ത് കാണുന്ന ആ ചെവിയുടെ ആ സൈഡിലും 2 ഫ്ലവേഴ്സ്, ഇപ്പുറത്തെ സൈഡിലും 1 അപ്പുറത്തെ സൈഡിലും 1 നമുക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പെൻസിൽ ക്യാപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. പെൻസിലിന് മാത്രമല്ല പേനയ്ക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ആ പെൻസിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടോ. ഇപ്പോൾ കുറച്ച് ഏകദേശം ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. അപ്പം ഞാനിതാ ഈ ഒരു മുനയുള്ള ഒരു പെൻസിൽ എടുത്തിട്ട് ആദ്യം ഒരു ഓട്ടയാക്കി. എന്നിട്ട് ഇതുപോലെ ആ പെൻസിലൊന്ന് ഇറക്കി കൊടുത്തു. കണ്ടില്ലേ, അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പെൻസിൽ ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ എല്ലാതും കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് സ്കൂളിലെ കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ആ പെൻസിലാണ് മോൾക്ക് കൊടുത്തയച്ചത്. അപ്പോൾ എല്ലാവർക്കും ആ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി, ആ കുട്ടികളുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. ആ സമയത്ത് അവർക്ക് എപ്പോഴും പെൻസിലൊക്കെ അല്ലേ കിട്ടാറുള്ളത്, പക്ഷേ ഇതിപ്പോൾ പെൻസിലിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ക്യാപ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.